പപ്പയ്ക്ക് ഞാനുണ്ട്, എന്റെ വലത് കൈയായിട്ട് കൂടെ ഉണ്ടെന്നാ പറഞ്ഞത്. എന്നിട്ട് അവൾ ഇത് ചെയ്ത് മരിക്കുന്നതിന് മുൻപ് അവൾ എനിക്ക് ഇട്ടേക്കുന്ന മെസ്സേജ്, പപ്പ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇട്ടേക്കുന്നു. ചെന്നൈ പോയി വരച്ചോണ്ടിരിക്കുമ്പോ എന്നും വിളിക്കും അവള്, പപ്പ ജീവിച്ച് കാണിക്കണം, പപ്പയെ കളഞ്ഞിട്ട് പോയാലും എന്നെ ജീവിച്ച് കാണിക്കണം, ഒരു കൈ കൊണ്ട് ജീവിച്ച് കാണിക്കണം എന്ന് പറഞ്ഞു. ഇവിടുന്ന് പോകാൻ എനിക്ക് നല്ലൊരു ഷർട്ടില്ല. എന്നിട്ട് എന്റെ പൊന്നുമോള് പോയതാണ്ട് ഈ ഷർട്ട്, ഈ മുണ്ട് എല്ലാം അവള് പോയി മേടിച്ചോണ്ട് വന്നു. ഞാൻ എന്റെ പൊന്നുമോളെ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു സാറേ. എല്ലാം അവളായിരുന്നു, എന്റെ സ്വപ്നം മൊത്തം അവളായിരുന്നു. അവള് ഫോണിൽ വിളിച്ചിട്ട് ചക്കരമ്മ. ജീവിച്ചു കൊതിതീരും മുമ്പേ ആ പൊന്നുമോൾ യാത്രയായി. ഏറെ സങ്കടത്തോടെ മാത്രമേ കൊല്ലം പത്തനാപുരത്തെ നിസിമോളെ പറ്റി പറയാൻ കഴിയുകയുള്ളൂ. അച്ഛനും അമ്മയും അകന്നു കഴിയുന്ന വിഷമത്തിലായിരുന്നു അവൾ ജീവിതം അവസാനിപ്പിച്ചത്. ജന്മന വലതുകൈ ഇല്ലാതെ ഇടം കൈ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന മനോജിന്റെ മകളാണ് നിസിമോൾ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും അകന്നു കഴിയാൻ തുടങ്ങിയത്. പിതാവ് മനോജിന്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് പിന്നീട് താമസിച്ചു വന്നത്. അമ്മൂമ്മ പള്ളിയിൽ പോയി തിരിച്ചു വന്ന് കതക് തുറന്നപ്പോഴാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അവസാനമായി എഴുതിയ കുറിപ്പിൽ അവളുടെ സങ്കടങ്ങൾ ഓരോന്നായി വിവരിച്ചിട്ടുണ്ട്. +2 വിദ്യാർത്ഥിയായിരുന്നു നിസിമോൾ. ഞാൻ ചെന്നൈയിലായിരുന്നു സാറേ. എന്റെ പൊന്നുമോളെ എന്നെ ചെന്നൈ പറഞ്ഞു വിട്ടത്. ഇപ്പോഴും കഷ്ടപ്പെടാൻ പോയത് എന്റെ മോൾക്ക് വേണ്ടിയാ. ഈ ഒരു കൈ ഇല്ലാത്ത എന്റെ കുടുംബം ഒരു സൈഡിൽ നിന്ന് തകർന്നുകൊണ്ടേയിരിക്കുമായിരുന്നു സാറേ. ഞാൻ ജോലിക്ക് വേണ്ടി ഓടുമായിരുന്നു. പപ്പ എന്നെ പഠിപ്പിക്കണം, ഞാനൊരു ജോലി വാങ്ങിച്ച് എന്നിട്ട് പപ്പയെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് അവള് പറഞ്ഞത്. അന്നേരവും പറഞ്ഞത് ചെറിയൊരു ജോലി